കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ ഭോസ്ലയുടെ വിവാഹമാണ് ഇപ്പോൾ വളരെയധികം ചർച്ചാ വിഷയമാകുന്നത്. ഈ വിവാഹം ക്ഷേത്രത്തിൽ നടത്തിയതിനെതിരെ ബി.ജെ.പി. നേതാവ് അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണൻ ഒരു കുറിപ്പ് കുറിച്ചിട്ടുണ്ട്. നിരീശ്വരവാദികൾക്ക് തോന്നിയവാസം നടത്താനുള്ള ഇടമല്ല കേരളത്തിലെ ക്ഷേത്രങ്ങൾ എന്നാണ് അദ്ദേഹം തന്റെ പോസ്റ്റിലൂടെ കൃത്യമായും ഉറപ്പിച്ചും പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ നിരീശ്വരവാദികൾക്ക് എന്ത് തോന്നിയവാസവും കാട്ടാനുള്ള ഇടമാക്കി മാറ്റുകയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇതുകൊണ്ടാണ് ലവ് ജിഹാദിന് വളമൊരുക്കുന്ന ഇടമാണ് എന്ന് കേരളത്തെ വിളിക്കുന്നതെന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നുണ്ട്. കുറിപ്പ് വായിക്കാം. ഇസ്ലാം മതത്തിൽപ്പെട്ട മുഹമ്മദ് ഫർമാനും ഹിന്ദു മതത്തിൽപ്പെട്ട മൊണാലിസയുടെയും വിവാഹം പെൺകുട്ടിയുടെ വീട്ടുകാർ എതിർത്തിട്ടും അവരെ കേരളത്തിൽ എത്തിച്ച് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തിക്കൊടുത്തു എന്ന് ഊറ്റം കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളോട് ചോദിക്കാനുള്ളത്, ഒരു മുസ്ലിം പെൺകുട്ടിയും ഹിന്ദു യുവാവും തമ്മിലുള്ള വിവാഹം ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ വെച്ചോ അതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ വെച്ചോ നടത്തിക്കൊടുക്കാൻ ശിവൻകുട്ടിക്കും റഹീമിനും M.V. ഗോവിന്ദനും കഴിയുമോ? കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ നിരീശ്വരവാദികൾക്ക് എന്ത് തോന്നിയവാസവും കാട്ടാനുള്ള ഇടമാക്കി മാറ്റിക്കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം. ഇതുകൊണ്ട് തന്നെയല്ലേ ലവ് ജിഹാദിന് വേദി ഒരുക്കുന്ന ഇടം കേരളമാണ് എന്ന് പറയുന്നത്. 4 വോട്ടിന് വേണ്ടി എന്ത് തെമ്മാടിത്തരത്തിനും കൂട്ടുനിൽക്കുന്ന ഇടതനും വലതനും. ഇവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇവരെ തിരിച്ചറിയുക. ഇന്ന് ഞാൻ നാളെ നീ, അത്രേ പറയാനുള്ളൂ ഈ വിഷയത്തിലെന്നാണ് പോസ്റ്റിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ശ്രദ്ധയിൽപ്പെട്ടത് ലക്ഷ്മി കാനാത്തിൻ്റെയാണ്. അതിൽ ലക്ഷ്മി സൂചിപ്പിക്കുന്നതും കേരളം വളരെ ഗുരുതരമായി കാണേണ്ടുന്ന ഒരു വിഷയമാണ് ഇത് എന്നതാണ്. അതിന് കാരണമായിട്ട് ലക്ഷ്മി ചില നിരീക്ഷണങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ വാക്കുകൾ വായിക്കാം. ഇപ്പോൾ ഉറപ്പായി കുംഭമേളയിൽ ഈ സാധനത്തെ മനഃപൂർവ്വം ഇറക്കിയതാണ് എന്ന് വ്യക്തം. കേരള സുഡാപ്പികൾ നേരത്തെ പദ്ധതിയിട്ട പ്ലാൻ തന്നെയാണ് എന്ന് വ്യക്തം. കേരളം ഇതര സംസ്ഥാന ഹിന്ദുക്കൾക്കും സുരക്ഷിതമല്ലാത്ത നാട് എന്നത് വ്യക്തമാകുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ മേത്തൻ മണി എന്നൊരു സംഭവമുണ്ട്. ശ്രീ പത്മനാഭന്റെ കൊടിമരത്തിൽ ഞാൻ എന്റെ കുതിരയെ കെട്ടുമെന്ന് പറഞ്ഞു വന്ന ടിപ്പുവിനെ കാലും വെട്ടി ഓടിച്ചതിന്റെ ഓർമ്മയ്ക്കായി ഉള്ളതാണത്. അന്യസംസ്ഥാനത്തെ ഹിന്ദു പെൺകുട്ടികളെ ആ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ അറിവോടെ അല്ലാതെ അന്യമതസ്ഥർ കൊണ്ടുവരുന്ന ഇടമായി കേരളം മാറുന്നത് കേരളത്തിന് അപകടമാണ് എന്നാണ് ലക്ഷ്മി കാനാത്ത് കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് വളരെയധികം വിവാദമാവുകയാണ്. ഒരു യുവാവും ഒരു യുവതിയും വിവാഹം കഴിച്ചതല്ല ഇതിലെ പ്രശ്നം. എന്തുകൊണ്ട് ഇത്തരക്കാരെല്ലാം അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നു? അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കാൻ കേരളത്തിലെ നേതാക്കന്മാർ എന്തുകൊണ്ട് തയ്യാറാകുന്നു? ഇതൊക്കെയാണ് പൊതുസമൂഹം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ. അല്ലാതെ ഇപ്പോൾ ഒരു യുവാവും ഒരു യുവതിയും അവർ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും ഒരുമിച്ച് ജീവിക്കുന്നതിലല്ല വിഷയം. മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിനിയാണ് മൊണാലിസ. മഹാരാഷ്ട്ര സ്വദേശിയാണ് ഫർമാൻ. ഇവർ രണ്ടുപേരും തിരുവനന്തപുരത്ത് അരുമാനൂർ നയനാർ ദേവി ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹിതരായത്. CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ഉൾപ്പെടെ ഉള്ളവർ വിവാഹത്തിന് സാക്ഷികളായിരുന്നു. വീട്ടുകാർ ഇരുവരുടെയും വിവാഹം എതിർത്തിരുന്നു. തുടർന്ന് വാറിൽ നടക്കുന്ന സിനിമാ ചിത്രീകരണത്തിനിടെയാണ് ഇരുവരും കഴിഞ്ഞ ദിവസം സഹായം തേടി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. പിതാവ് മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നുവെന്നും സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് മൊണാലിസ പോലീസിനെ സമീപിച്ചത്. പരാതിയിൽ ഇടപെട്ട പോലീസ് പെൺകുട്ടിയുടെ പിതാവ് ജയ്സിംഗ് ഭോസ്ലെയും സിനിമാ സംഘത്തെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. തുടർന്നാണ് വിവാഹത്തിന് കളമൊരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.